നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം ലോകത്ത് കോവിഡ് വീണ്ടും വ്യാപിക്കുന്നു എന്ന വാർത്തകളൊക്കെയാണ് വന്നിരിക്കുന്നത്. സിംഗപ്പൂർ, തായ്ലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ രാജ്യങ്ങളിലൊക്കെ വലിയ തോതിൽ ഇപ്പോൾ കോവിഡ് വ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. പകരുന്ന ഒമിക്രോൺ, JN.1 വകഭേദങ്ങളായ LF7, LB 1.8 എന്നിവയ്ക്ക് രോഗവ്യാപന ശേഷി കൂടുതലാണ്. എന്നാൽ തീവ്രത കൂടുതലല്ല. സ്വയം പ്രതിരോധം പ്രധാനമാണ്. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുക. അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ ഇപ്പോൾ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കേരളത്തിലും ഇപ്പോൾ ദിവസേന റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. അതോടൊപ്പം തന്നെ അനാവശ്യ ആശുപത്രി സന്ദർശകരൊക്കെ ഒഴിവാക്കുക. ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത് നല്ലതാണ്. എവിടെയാണോ ചികിത്സിക്കുന്നത് ആ ആശുപത്രിയിൽ തന്നെ പ്രോട്ടോകോൾ പാലിച്ച് ചികിത്സ ഉറപ്പാക്കുക. കേരളത്തിൽ 182 കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോട്ടയം ജില്ലയിലാണ് ഇതിൽ കൂടുതലും, 57 കേസുകളും. എറണാകുളത്ത് 34 കേസും തിരുവനന്തപുരത്ത് 30 കേസുകളുമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം ഇപ്പോൾ ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. മഴക്കാലം വരുന്നതിനാൽ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇടവിട്ട് മഴ പെയ്യാൻ സാധ്യത ഉള്ളതിനാൽ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം. അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായ കൊതുക് നിവാരണ പ്രവർത്തനം നടത്തണമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനമൊക്കെ ഈ ഒരു അവസരത്തിൽ ഒഴിവാക്കുക. മലിനമായ വെള്ളം കാരണം ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാവരും ശ്രദ്ധിക്കുക. കോളറ, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഇപ്പോൾ മന്ത്രിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ജാഗ്രത പാലിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. താങ്ക്